ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു എൻഗേജ്മെൻറ്റ് കേക്കിൻ്റെയാണ്. അപ്പോൾ നമ്മൾ ഈ റൗണ്ട് ഷേപ്പ് കേക്കിനെ നമ്മൾ ഹാർഡ് ഷേപ്പ് ആക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വാനില സ്പഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളോടൊരു കസ്റ്റമർ ഏതാണ് നല്ലൊരു ഫ്ലേവർ ചെയ്യുന്നത് പറയുമ്പോൾ എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ളത് ടെൻഡർ കോക്കനട്ട് ചെയ്യാനോ പിന്നെ അതുപോലെ തന്നെ ബട്ടർ സ്കോച്ച് വേണം. അപ്പോൾ ഈ കേക്കും ഫ്ലേവർ ചൂസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ ടെൻഡർ കോക്കനറ്റാണ് ആക്കിയുള്ളത്. അപ്പോൾ ടെൻഡറിൻ്റെ പൾപ്പും ഇത് കുറച്ചൊരു മൂത്ത പോലൊക്കെ ഉണ്ടായിരുന്നു. ആ പൾപ്പും മിൽക്ക് മെയ്ഡും കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ബീറ്റ് ചെയ്തിട്ടുള്ള വിപ്പിംഗ് ക്രീമിലേക്ക് ഇത് ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ കേക്കിൻ്റെ ലെയറിൽ കൊടുക്കാനും പിന്നെ അതുപോലെ തന്നെ ക്രം കോട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്രീം റെഡി ആക്കിയിട്ടുള്ളത്. നമ്മൾ കേക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യുന്ന ടൈമിൽ ഈ ടേൺ ടേബിളിൽ നിന്ന് ഇങ്ങനെ ബോർഡ് നീങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കട്ടിയുള്ള ടർക്കിയോ ടവൽ എന്തെങ്കിലും ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിങ്ങനെ ബോർഡ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് എവിടേക്കും നീങ്ങിപ്പോവില്ല. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ക്രീമാക്കി കൊടുക്കുക. ഫസ്റ്റ് ലെയർ സ്പഞ്ച് വെച്ച് കൊടുക്കുക. പിന്നെ ടെൻഡറിൻ്റെ വാട്ടറിൽ കുറച്ച് പഞ്ചസാര മിക്സ് ചെയ്തിട്ടുള്ള വാട്ടർ കൊണ്ടാണ് നമ്മളിത് വെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ മേലെ നമ്മൾ പിന്നെ ടെൻഡറിൻ്റെ പൾപ്പൊക്കെ മിക്സ് ആയിട്ടുള്ള ആ വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡും ആക്കി കൊടുക്കുക. പിന്നെ നമ്മുടെ ടെൻഡറിൻ്റെ പൾപ്പ് ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് ലെയർ ഓക്കെ ആയി. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ സ്പഞ്ച് വെച്ച് കൊടുക്കുക. സെയിം പ്രോസസ്സ് തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ഇങ്ങനെ കേക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടം ചെയ്യാൻ ഇത് ഇതുപോലെ ഇങ്ങനെ ലെയറുകൾ വെച്ച് കൊടുക്കുന്നതും അതുപോലെ അതിൽ ക്രീമാക്കി കൊടുക്കുന്നതും പിന്നെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുന്നതൊക്കെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇങ്ങനെ ക്രം കോട്ടിൻ്റെ ആ ഒരു ഭാഗം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ മൂന്നാമത്തെ ലെയറും വെച്ച് കൊടുത്ത് പിന്നെ നമ്മൾ കേക്ക് വെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യാനുള്ള കേക്കാണെങ്കിൽ കൂടുതലായിട്ട് ഇങ്ങനെ വെറ്റ് ചെയ്ത് കൊടുക്കണ്ട. പിന്നെ നമ്മൾ നേരത്തെ ടെൻഡറിൻ്റെ പൾപ്പ് മിക്സ് ആക്കിയിട്ടുള്ള ആ ക്രീം വെച്ചിട്ട് തന്നെയാണ് ക്രം കോട്ട് ചെയ്തിട്ടൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് സെറ്റ് ആയിക്കോട്ടെ. 1 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. 1 മണിക്കൂറിന് ശേഷം നമ്മൾ എടുത്തിട്ട് ഹാർഡ് ഷേപ്പ് ആക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പ്ലസ് പോലെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ 2 സൈഡൊന്നും ഇങ്ങനെ ക്രോസ് ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഭാഗം നമുക്ക് നേരെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. പിന്നെ ഈ ഭാഗം മുകളിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ നമുക്കിങ്ങനെ ബോർഡിൽ ഇങ്ങനെ സ്ഥലമില്ലാത്ത പോലെ തോന്നും. അപ്പോൾ കുറച്ച് കേക്കൊന്നിങ്ങനെ താഴ്ത്തി ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് നീക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ നമുക്കിങ്ങനെ ഫിനിഷ് ചെയ്യുന്ന ടൈമിലൊക്കെ ഇങ്ങനെ ബോർഡിൻ്റെ തൈ പോലെ തോന്നും. നമ്മളിപ്പോൾ ആ ഒരു പീസ് വെച്ച ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം. എന്നിട്ട് നമ്മളിപ്പോൾ പീസ് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ ഭാഗത്തു നിന്ന് തന്നെ നമുക്കൊരു വി പോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് നമുക്ക് ക്രീം വെച്ചിട്ട് ഫിനിഷ് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാവർക്കും കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഞാൻ പറഞ്ഞ എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവണില്ല. പിന്നെ കേക്ക് ഫിനിഷ് ചെയ്യുമ്പോഴത്തെ എനിക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡായിട്ട് തോന്നിയിരിക്കുന്നത് പോലെയാണ് പൈപ്പിംഗ് ബാഗിൽ ക്രീം ആക്കിയിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് സൈഡ് ഭാഗത്തൊക്കെ കവർ ചെയ്യുക. എന്നിട്ട് ഇതുപോലെ സ്ക്രാപ്പർ വെച്ചിട്ട് സ്വൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. കാരണം നമ്മളിപ്പോൾ സ്പാച്ചുല വെച്ചിട്ട് ഇങ്ങനെ ആക്കണേനേക്കാളും എനിക്ക് കുറച്ചും കൂടി ഒരു കംഫർട്ടായി തോന്നിയിരിക്കണം ഇങ്ങനെയാണ്. എന്നിട്ട് അപ്പോൾ ഇടയിലൊക്കെ ഇങ്ങനെ ബബിൾസ് പോലെ പിന്നെ ക്രീം തട്ടാത്ത ഭാഗമൊക്കെ ഉണ്ടാവുമല്ലോ, അവിടെ ഇതുപോലെ ഇങ്ങനെ വീണ്ടും ആ പോയ ഭാഗത്ത് മാത്രം ഇങ്ങനെ കുറച്ചുകൂടെ ക്രീം ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും സ്ക്രാപ്പർ വെച്ചിട്ട് തന്നെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല ഫിനിഷായി കിട്ടും. പിന്നെ മുകൾ ഭാഗം കൂടെ നമ്മൾ ഇതുപോലെ ഒന്ന് ഫിനിഷാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഫിനിഷായി എന്ന് തോന്നുന്നു. എന്നിട്ട് കേക്ക് തലേ ദിവസം രാത്രിയിൽ ഫ്രിഡ്ജിൽ വെച്ചതാണ്. നന്നായിട്ട് സെറ്റ് ആയതിനു ശേഷം പിറ്റേ ദിവസം മോർണിംഗിലാണ് നമ്മൾ ഡെക്കറേഷൻ ചെയ്യാൻ പോണത്. അപ്പോൾ ഇതുപോലത്തെ എഡിബിൾ ഫ്ലവേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുന്നത്. കണ്ടത് ഒറിജിനലാണെന്ന് തോന്നും. ഈ ഒരു ഫ്ലവർ ഞാൻ ഇതിൽ നിന്ന് കുറച്ച് പെറ്റൽസുകൾ പറിച്ചെടുത്തിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. കാരണം ഒരു ഫ്ലവറിന് ഒരു 35-40 രൂപയുടെ അടുത്തുണ്ട്. അപ്പോൾ അത് കാരണം 3 എണ്ണം വാങ്ങിയിട്ട് ഈ 3 എണ്ണത്തിലും കൂടെ കുറച്ച് പെറ്റൽസൊക്കെ പറിച്ചെടുത്തിട്ട് 4മതൊരു ചെറുതും കൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലവറിൻ്റെ എണ്ണം കൂട്ടണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ആദ്യം ഞാൻ വിചാരിച്ചത് ഇങ്ങനെ ഈ ഹാർട്ട് ഷേപ്പിൻ്റെ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് വെക്കാമെന്ന്, ചുറ്റുഭാഗത്ത് ഇങ്ങനെ വെക്കാമെന്ന്. പിന്നെ എന്തായാലും നമുക്ക് കുറച്ച് കോസ്റ്റ് കുറക്കാമെന്നുള്ള ഒരു തീരുമാനത്തിൽ ഇങ്ങനെ ഒരു സൈഡ് മാത്രമാക്കി. എന്നിട്ട് കുറച്ച് വൈറ്റ് ഫ്ലവേഴ്സും ലീവ്സും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. എൻഗേജ്മെൻ്റ് ആയതുകൊണ്ട് എൻഗേജ്മെൻറ്റ് ടോപ്പർ ഇങ്ങനെ കുത്തനെ വെക്കാതെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോണ്ടൻറ്റിലാണ് ചെക്കൻ്റെ പെണ്ണിൻ്റെയും പേരിൻ്റെയും ഫസ്റ്റ് ലെറ്റർ മാത്രം ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. സൈഡിൽ കുറച്ച് ഷുഗർ ബീഡ്സും കൂടെ ഇട്ട് കൊടുത്തപ്പോൾ നമ്മളെ കേക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. കേക്കിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം.